കൊന്നിച്ചോ മിനസാൻ മിസ്റ്റർ മൈറ്റ് മഹിത്തിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 80ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഗൈസ്, നമ്മൾ മറ്റൊരു പുതിയൊരു മാൻഹുയുടെ മലയാളം എക്സ്പ്ലനേഷനായിട്ട് വരാൻ പോകുവാണ്. പക്ഷേ അത് നമ്മുടെ ഈ ഒരു മെയിൻ പേജിലല്ല, പകരം നമ്മുടെ സെക്കൻഡറി പേജിലായിരിക്കും. ആൻഡ് ഇത് വളരെ ചെറിയൊരു മാൻഹു ആണ്. അത് മാത്രമല്ല ഒരു പുതിയ മാൻഹു ആണ്. സോ ഒത്തിരി ചാപ്റ്റേഴ്സ് ഒന്നുമില്ല. സീരീസിന്റെ പേര് സാൻഡ് മേസർ ഓഫ് ദി സോക്രഡ് ഡെസേർട്ട് എന്നാണ്. ഇത് നമ്മുടെ സെക്കൻഡറി പേജിൽ നമ്മൾ ഇഷ്ടമുള്ള രീതിയിലായിരിക്കും ഇട്ട് പോകാൻ പോകുന്നത്. ഒരൊറ്റ ചാപ്റ്റർ ഒരു എപ്പിസോഡായിട്ട് ആ ഒരു രീതിയിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാനും പോകുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യത്യസ്തമായ മാൻഹൂസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്ക്. നാളെ തൊട്ടായിരിക്കും എപ്പിസോഡ് റിലീസ് ആകാനായിട്ട് പോകുന്നത്. പിന്നെ മിസ്റ്റർ മൈറ്റ് മഹിയത്തിൻ്റെ നമ്മുടെ മെയിൻ പേജിലിടുന്ന ഒരു വീഡിയോസിനും അത് തടസ്സം ഉണ്ടാക്കുന്നതല്ല. അതെന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വാക്ക് തരുവാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ സെക്കൻഡറി പേജിൻ്റെ ലിങ്ക് നമ്മുടെ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അണ്ടർഗ്രൗണ്ട് അസാസിൻ പാവിലിൻ്റെ അകത്തെ ആ ഒരു മന്ത്രവാദിയുള്ള ജോനെ കാണാൻ സാധിക്കും. പെട്ടെന്നാണ് സിയോ കഥവും തുറന്നുകൊണ്ട് അവിടേക്ക് വന്നത്. മാസ്റ്റർ, ഐ മീൻ പാവലിൻ മാസ്റ്റർ, എന്ത് സംഭവിച്ചു? അല്ല, താങ്കൾ ആ ട്രയൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോകുവാണോ? ആ ഒരു ചൈൽഡ് ശരിക്കും യൂസ്ഫുൾ ആണ്. ഞാൻ പറയുന്നത് താങ്കളൊന്ന് കേൾക്കണം. അവൻ മരിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. അതിനുള്ള സമയമല്ല ഇത്. എന്ത്? ആ ഒരു ഡിവൈനായുള്ള സ്പിരിറ്റ് ഇൻസെക്റ്റും പിന്നെ എൻ്റെ പോയിസൺ ആർട്ടും കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആയിരിക്കുന്നു. അതെന്തായാലും ഒരു കിമിമോറിയ ചെയ്ത പണിയായിരിക്കും. അല്ല, പക്ഷെ താങ്കൾ ക്രിയേറ്റ് ചെയ്തൊരു ബാരിയർ. അതെ, ആ ഒരു ബാരിയർ തകർത്തുകൊണ്ടായിരിക്കണം അത് ചെയ്തിട്ടുള്ളത്. ചുരുക്കം പറഞ്ഞാൽ അത് അറ്റ്ലീസ്റ്റ് ഒരു മിത്തിക്കൽ ബീസ്റ്റ് എങ്കിലും ആയിരിക്കും. മിത്തിക്കൽ ബീസ്റ്റോ? നീ പറ്റുന്ന പോലെ എല്ലാം പ്രിപ്പയർ ആയിക്കോ. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കോപ്സ് ബ്ലഡ് വാലിയിലേക്ക് ചെല്ലാൻ പോകുകയാണ്. ഈ സമയത്ത് തന്നെ അവൻ പറയും ചെയ്യും, ശരിയാണ്, ഈ കോപ്സ് ബ്ലഡ് വാലി നടക്കുന്ന ആ ഒരു ട്രയൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു മിത്തിക്കൽ ബീസ്റ്റ് എവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എമർജൻസി അതിലും മുകളിലാണ്. സത്യം പറഞ്ഞാൽ ഇതെന്തായാലും നന്നായി. എനിക്ക് എങ്ങനെയായാലും അവനെ ട്രയൽ നിന്ന് ഒഴിവാക്കാൻ സാധിച്ചേക്കും. ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയാണ് ഒരു ഒരു ഫെമിലിയർ സ്പിരിറ്റ് ആയത്? നിന്റെ പേരെന്താണ്? പിന്നെ ഞാൻ നിന്നോട് പറയാൻ പോയല്ലേ. നിന്റെ പേരെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഏ, എന്റെ എന്റെ പേര് എന്റെ പേര് ഗ്യൂ സോഹ എന്നാണ് സാർ. മാസ്റ്റർ. അത് കേട്ടപ്പോ അവരൊന്ന് സ്റ്റക്കായി. അപ്പോ സോഹ, ഇനി മുതൽ നീ എന്റെ കാവൽ നായായിരിക്കും. അത് ഞാൻ ഏച്ചി. ഓ, ഇവൻ മോങ്കിനെക്കാട്ടും കഷ്ടമാണെന്ന് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് പറയുന്നുണ്ട്. പക്ഷേ അവനവന്റെ പേര് ഇത്ര പെട്ടെന്ന് റിവീൽ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല. കാര്യം ഈ ഒരു സ്പിരിറ്റ്സ് ഒന്നും അങ്ങനെ പേര് റിവീൽ ചെയ്യാത്തതാണ്. ചുരുക്കം പറഞ്ഞാൽ അവനൊരു ഗ്രീൻ സ്പിരിറ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു ബ്ലൂ സ്പിരിറ്റ് ആകുന്നതിന്റെ വക്കത്ത് നിന്നാണ്. എന്നിട്ടും അവൻ ഇത്ര നിസ്സാരമായി തന്നെ. പക്ഷേ ഇവൻ ഇത്രയും ഡെത്ത് ഉള്ളതുകൊണ്ട് മാത്രമാണോ? അപ്പോഴാണ് അവളത് ശ്രദ്ധിക്കുന്നത്. മോർട്ടൽ, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ നിന്നിൽ നിന്ന് 2 തരത്തിലുള്ള എനർജിയാണ് ഇപ്പോൾ സെൻസ് ചെയ്യുന്നത്. അപ്പൊ നിനക്കും അത് കാണല്ലേ? എന്ത്? സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ റീകോൾ ചെയ്ത ആ ഒരു ന്യൂ ടെക്നിക്കില്ലേ, തോട്ട് ഷാറ്ററിങ് 8 ടെക്നിക്സ്. പെട്ടെന്ന് അവൾ ഞെട്ടി. എന്നിട്ട് ആ ഒരു തോട്ട് ഷാറ്ററിങ് 8 ടെക്നിക്സിന്റെ ആ ഒരു മന്ത്രം ജപിക്കാനായിട്ട് തുടങ്ങി. പെട്ടെന്നാണ് അവൾ അത്ഭുതപ്പെട്ടു പോയത്. ഇല്ല, ഇത് ഞാൻ റെക്കഗ്നൈസ് ചെയ്തില്ല. അതിനുശേഷം എനിക്ക് എൻ്റെ എനർജി ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എൻ്റെ സെൻട്രൽ ഡാൻഡിൽ നിന്നും എൻ്റെ ലോവർ ഡാൻഡിൽ നിന്നും. സാധാരണ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ഒരു പുതിയൊരു മാർഷൽ റിലത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു ബ്രേക്ക് ത്രൂ ചെയ്യണം. എന്നാൽ ഈ ഒരു മോഡലിൽ അത് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തു. ആൻഡ് ഇപ്പോൾ ഈ തോട്ട് ഷാറ്ററിങ് 8 ടെക്നിക് യൂസ് ചെയ്തുകൊണ്ട് അവനിപ്പോൾ കറണ്ടിൽ നിൽക്കുന്നത് അൾട്ടിമേറ്റ് ഉള്ള പീക്കിലാണ്. അതിലുപരി അവൻ്റെ ഇന്റേണൽ എനർജി അത് ഡബിൾ ആണ്. ചുരുക്കം പറഞ്ഞാ ഈ സമയത്താണ് അവനത് ശ്രദ്ധിക്കുന്നത്. നമുക്കധികം സമയമില്ല. ഷേ, ഇത് ശരിക്കും നാണക്കേടാണ്. ഞാൻ ഓർത്തത് എനിക്ക് എല്ലാവരും കൊല്ലാൻ സാധിക്കുമെന്നാണ്. ഇനി എന്തായാലും എൻ്റെ വട്ടം വരുന്നവരെ മാത്രം ഞാൻ കൊല്ലാം. ആ സമയത്ത് ബ്ലൂ സ്പിരിറ്റ് അത് പൂർത്തിയാക്കുന്നുണ്ട്. ഇവന്റെ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞ് ലിറ്ററലി ഡബിൾ ആണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ജിയോങ്ങിന് ഇപ്പോൾ 2 കോറണെന്നർത്ഥം. പിന്നെ കാണിക്കുന്ന നമ്മുടെ യങ്ങസ്റ്റിന്റെ ഗ്രൂപ്പിനാണ്. അതാട്ടെ ആ സ്കാർലറ്റിലെ പയ്യൻ അവരെ എൻകൗണ്ടർ ചെയ്തിരുന്നു. അല്ല, നീ എന്തിനാണ് ഈ ഫ്ലാഗ് സ്റ്റീൽ ചെയ്യാനായിട്ട് നോക്കുന്നത്? നിനക്ക് ഓൾറെഡി ഒരെണ്ണം ഉണ്ടല്ലോ. ചുമ്മാ തോന്നിട്ട്, അല്ലാതെ എന്തിനി? മോഹറാങ്, നീ എന്റെ ഓഫർ നേരത്തെ റിജക്ട് ചെയ്തതല്ലേ? ഇപ്പോഴും ഞാൻ ആ ഓഫർ ഇവിടെ വെക്കുന്നുണ്ട്. നിനക്ക് എന്റെ കൂടെ കൂടണോ? ഈ ലൂസേഴ്സിനോട് എന്തിനാണ് പോകുന്നത്? നീ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. നാശം, ഇവനെ കോമ്പറ്റീഷൻ അത് നിർത്താൻ നോക്കുവാണോ? എങ്കിലും എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത്രയധികം റിസ്ക് എടുക്കുന്ന എന്തിനാണ്? അതിലുപരി സൂര്യൻ എന്തായാലും ഇപ്പോൾ ഉദിക്കാറായിട്ടുണ്ട്. കുറച്ചു നേരം കൂടെ നമുക്ക് പിടിച്ചു നിൽക്കണം. ഹാ, അപ്പോൾ കുറച്ചു നേരം കൂടെ സൂര്യൻ ഉദിക്കുന്നവരെ നിങ്ങളിവിടെ പിടിച്ചു നിൽക്കാൻ പോകുകയാണല്ലേ? എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പക്ഷേ പെട്ടെന്ന് അവനെന്റെ കൈ ഉയർത്തിയപ്പോൾ അവന്റെ കൂടെയുള്ള എല്ലാവരും ഉച്ചത്തിൽ കിടന്ന് അലറാനായിട്ട് തുടങ്ങി. അല്ല, ഇവരെന്തിനാണ് ബഹളം വെക്കുന്നത്? യഗ്നസിനെ ആദ്യം കാര്യം മനസ്സിലായില്ല. പക്ഷേ അടുത്ത സെക്കൻഡ്, ഇല്ല, ഹ്യൂമാരി നിർത്തുന്ന് പറഞ്ഞപ്പോഴാണ് ദൂരത്തുനിന്ന് അതവിടേക്ക് ഓടി വന്നത്. അല്ല,
അതെന്താണ്? പെട്ടെന്ന് യങ്സ്നി ഏകദേശം കാര്യം അവിടെ ഉറപ്പായി. പിന്നെയാണ് അവരുടെ അടുത്തേക്ക് ആ ഒരു എനർജി കൂടിക്കൂടി വരുന്നത് ശ്രദ്ധിച്ചത്. കാര്യം അത് ആ ഒരു കിമി മുറിവായിരുന്നു. അതിന്റെ സൈസായിട്ട് വീണ്ടും കൂടിയിരുന്നു. നാശം, അത് മോൺസ്റ്ററാണ്, സൂക്ഷിച്ച് എല്ലാരും ഓടിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അവളത് ശ്രദ്ധിക്കുന്നത്. അവന്മാരെല്ലാരും ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിരിക്കുന്നു. അവരോടുന്നതിന് പകരം എല്ലാരും കൂടെ ഒരുമിച്ച് എന്തിനാണ് അങ്ങനെ നിൽക്കുന്നത്? അല്ല, അത് വരികയാണ്, രക്ഷപ്പെട്ടോ. അവരുടെ കൂടെ ആ ഒരു കൊടി ഉണ്ടായിരുന്നു. ആ കൊടിയുടെ അടുത്തേക്ക് എല്ലാവരും ഓടും, ഇപ്പൊ തന്നെ എല്ലാവരും ഓടുന്നു പറഞ്ഞോണ്ട് അവരെല്ലാരും അവിടേക്ക് ഓടുന്നുണ്ടെങ്കിലും ആ ഒരു കിമിമുറിയോ അവളുടെ അടുത്ത് എത്തിയിരുന്നു. അടുത്ത സെക്കൻഡ് ചെയ്ത അറ്റാക്ക് അവളുടെ മുതുകത്ത് വന്ന് പതിക്കുകയും അവൾ നിലത്ത് വന്ന് വീഴുകയും ചെയ്തു. മോഹറാങ്, കണ്ടില്ലേ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ നടി നായെ, എന്റെ കൂടെ കൂടാനിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇനി എന്തായാലും ചത്ത് തൊലഞ്ഞേക്ക്. അപ്പൊ ഗുഡ് ബൈ. ഈ സമയത്ത് അവളുടെ തൊട്ട് മുമ്പിലേക്ക് ആ ഒരു കിമിമോറിയോ നടന്ന് വന്നിരുന്നു. അവളുടെ ശരീരത്തുള്ള ആ ഒരു വേദന കാരണം അവൾക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. സൂര്യൻ എന്താ ഉദിക്കാറായിരിക്കുന്നു. എടാ മോൺസ്റ്റർ, ഇവിടേക്ക് നോക്ക്, ഇവിടേക്ക് നോക്കെന്ന് പറഞ്ഞ് അതിന്റെ ശ്രദ്ധ തെറ്റിക്കാൻ നോക്കിയപ്പോ നമ്മുടെ യങ്ങസ്റ്റ് അവളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളെ കൊല്ലാനായിട്ട് വന്നപ്പോഴാണ് യങ്ങസ്റ്റ് കിടന്ന് കാർന്നത്. ഇല്ല, അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോ പെട്ടെന്നായിരുന്നു ഇരുട്ടിലൂടെ ഒരു ചങ്ങല അവിടേക്ക് വന്നത്. അതിനെ പിടിച്ചു കെട്ടിയേക്ക്. പിന്നെ കാണുന്നത് അതിന്റെ ശരീരത്തിന് ചുറ്റും ആ ഒരു ചങ്ങല വന്ന് കുടുങ്ങുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ അതിനെ കമ്പിളിൽ തളച്ചിരിക്കുന്നു, ചങ്ങലയിൽ പിടിച്ച് കെട്ടിയിരിക്കുന്നു. ഹാ, ഇതെന്തായാലും നന്നായി. അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിയോങ് അവിടേക്ക് നടന്നു വന്നു. അല്ല, ഇത് ഇവിടുത്തെ സമയം കഴിയാറായിരുന്നില്ലേ? അല്ല, ഈ കാണുന്നത് അത് ചങ്ങലകളല്ലേ? ഇപ്പൊ എനിക്ക് എന്തായാലും ആവശ്യമുള്ള എല്ലാം തന്നെ എന്റെ കൺമുമ്പിൽ വന്ന് നിപ്പുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു കിമിമുറിയോ അത് പൊട്ടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ സ്ട്രെങ്ത് വളരെയധികം കൂടുതലായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അല്ല, ആ മോൺസ്റ്റർ, നീ എന്താണ് ഒന്നും ചെയ്യാത്തത്? അതാ അവള് തൊട്ട് ഫ്രണ്ടിലല്ലേ, അവൾ അങ്ങോട്ട് കൊല്ലാൻ നോക്കുന്ന പറഞ്ഞ് അവൻ ഉച്ചത് കിടന്ന് അലർന്നുണ്ട്. അല്ല, ആ ഒരു മോൺസ്റ്റർ എന്തായാലും അനങ്ങുന്നില്ല. എന്താണ് കാര്യം എന്ന് പറഞ്ഞോടാ. പക്ഷേ മോഹറാങ്, വാ, നിനക്ക് കുഴപ്പമില്ലല്ലോ? അല്ല, നിനക്കത് കാണാൻ മേലെ ആ ചങ്ങലകള്, ഒരു പെണ്ണ്, നീ എന്താണ് ഈ പറഞ്ഞത്? നിനക്ക് തലക്കോല് അടി കിട്ടിയോ? വന്നേ വന്നേ, നമുക്ക് സേഫ് ആയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. അല്ല, പക്ഷേ ഈ സമയത്താണ് സോഹ പറയുന്നത്, മാസ്റ്റർ, ആ പെണ്ണിനെ എന്നെ കാണാമെന്ന് തോന്നുന്നു. അതെയോ? അതെന്തായാലും. ഈ സമയത്ത് ആ ഒരു കിമിയോരോ ഉച്ചത്തിൽ കിടന്ന് അലറാനായിട്ട് തുടങ്ങി. അടുത്ത സെക്കൻഡ് സോഹയുടെ ആ ഒരു ചങ്ങലകൾ അത് പൊട്ടിച്ച് കളയും ചെയ്തു. അതുപോലെ തന്നെ അനങ്ങ്, എല്ലാരെയും കൊല്ലെന്ന് പറഞ്ഞപ്പോഴാണ് ജിയോങ് അതിന്റെ തലയിൽ വന്ന് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്തത്. അത് കണ്ടപ്പോ എല്ലാരും ഞെട്ടിത്തെറിച്ചുപോയി. നിസ്സാരമായി അതിന്റെ ബോധവൻ കെടുത്തിയിരിക്കുന്നു. അപ്പൊ പിന്നെ പെട്ടെന്ന് അവന്റെ വായിൽ കയറി പിടിച്ചു. അതിന് വേദനിച്ച് അത് അലറാൻ തുടങ്ങി. എന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതിന് നീയപ്പോ ഇനി അനുഭവിക്കാൻ പോകുവാണ്. പെട്ടെന്ന് അതിന്റെ വാതിന്റെ മുകളിലേക്ക് അവൻ ഉയർത്താനായിട്ട് തുടങ്ങി. ചുരുക്കം പറഞ്ഞ അതിന്റെ ശരീരത്തിൽ നിന്ന് വലിച്ച് കീറുന്ന പോലെ അതിന്റെ തലഭാഗം വേദന കൊണ്ട് അത് അലർന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എല്ലാരും ഞെട്ടലോടെ അത് കണ്ടുകൊണ്ട് തരുന്നു. പക്ഷേ ജിയോങ് അതിന്റെ തല അതിന്റെ ശരീരത്തിൽ നിന്ന് വലിച്ച് പറിച്ചെടുക്കുകയായിരുന്നു. ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ എല്ലാരും അത്ഭുതത്തോടെ നോക്കിയിരുന്നപ്പോ അതിന്റെ തല അവൻ കീറി ഒരു സൈഡിലേക്ക് ഇട്ടു. ആ ജീവിയുടെ ചോരയിൽ അവൻ കുളിക്കാൻ തുടങ്ങി. നമ്മൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. നമ്മൾ നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ മരിക്കും. ഓടി രക്ഷപ്പെടുന്ന പറഞ്ഞ് അവൻ തിരിഞ്ഞോടാൻ പോയപ്പോഴാണ് സോഹ പിടിച്ചു കെട്ടിയേക്ക്. പെട്ടെന്ന് ഒരു കൂട്ടം ചങ്ങലകൾ അവിടേക്ക് വന്ന് ആ ഒരു സ്കാർലറ്റിനെ, പിന്നെ നമ്മുടെ യങ്ങസ്റ്റിനെ, ബാക്കിയുള്ള എല്ലാരെയും, ചുരുക്കം പറഞ്ഞ അവിടെയുള്ള എല്ലാരെയും അത് പിടിച്ചു കെട്ടി. അല്ല, ഇതെന്താണ്, നമുക്ക് അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇനി തുടങ്ങാം. ഓരോരുത്തരുടെ ഫ്ലാഗ് എനിക്കൊന്ന് കാണണം. ആ രക്തത്തിൽ കുളിച്ചുകൊണ്ട് ജിയോങ് മുന്നിലേക്ക് നടന്നു. നാശം, ഇതെന്താണ്, നമുക്കെന്താണ് അനങ്ങാൻ പറ്റാത്തത്? ഇതൊട്ടും നല്ലതല്ല. ഇവൻ എന്താണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സമയത്ത് അവൻ നേരെ മുന്നിലേക്ക് നടന്നു. എന്നിട്ട് യങ്ങസ്റ്റിന്റെ കൊടിയുടെ അടുത്തേക്കാണ് ചെന്നത്. നീ എന്താണ് ഈ ചെയ്യുന്നത്? ഇതിന് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അടുത്ത സെക്കൻഡ് അത് വായിച്ചതിന് ശേഷം അവൻ ആ കൊടി അങ്ങോട്ട് ഒട്ടിച്ചു കളഞ്ഞു. നാശം, നീ എന്താണ് ഇപ്പൊ ചെയ്തത്? ഞങ്ങളിനി എന്ത് ചെയ്യും? നീ എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവനൊന്നും തന്നെ മൈൻഡ് ചെയ്തില്ല. നീ ഞങ്ങളുടെ കൊടി ഒടിക്കാൻ പോകുവാണോ? അങ്ങനെയാണെങ്കിൽ എനിക്കറിയാം നീ അതിൻ്റെ അകത്തെ വ്യത്യാസങ്ങളല്ല നോക്കിയത്. പക്ഷേ ഞങ്ങളുടെ കൊടിയും അവരുടെ കൊടിയും സെയിം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കൊടി നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാൽ എനിക്ക് മറ്റൊരു കാര്യം അറിയാം. എനിക്ക് വ്യത്യസ്തയുള്ള മറ്റൊരു ഫ്ലാഗിനെ പറ്റി വ്യക്തമായി തന്നെ അറിയാം. ഞാനത് നിന്നോട് പറയാൻ തയ്യാറാണ്. പക്ഷേ നമുക്കിവിടെ നെഗോഷിയേറ്റ് ചെയ്യണം. നീ എൻ്റെ
കൂടെ കൂടണം എൻ്റെ ടീമിലേക്ക്. പെട്ടെന്നാണ് എല്ലാരും ഞെട്ടിത്തരിച്ചു പോയത്. നിനക്കെന്നെ ബുദ്ധിയില്ലേ? അവൻ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണമെന്നാണ് പറയുന്നത്. എടാ വിട്ടുകളെ, ഒന്ന് ശബ്ദിക്കാതിരിക്കേ. ഞാൻ പറയുന്നത് നീ കേക്ക്. ഒരാളെ ഞാൻ ചവിട്ടി പുറത്താക്കാം, നിനക്ക് എൻ്റെ കൂടെ കൂടാം. അപ്പോ ഈ സമയത്ത് അല്ലേ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? എന്നിട്ട് അവൻ ആ ഫ്ലാഗ് അങ്ങോട്ട് എടുക്കാൻ പോയി. മോശം മോശം, ഞങ്ങളത് മെമ്മറി ചെയ്തില്ലായിരുന്നു, അതുകൊണ്ടാണ് അത് കയ്യിൽ വെച്ചത്. പക്ഷേ കണ്ട, ഞാൻ പറഞ്ഞല്ലേ നിനക്ക് ഞാൻ തരുമെന്ന്. അത് നീ എടുത്തോ. എന്നിട്ട് നീ ഞങ്ങളുടെ ഏ അല്ല, എന്തു പറ്റി? അതിനിത് നിങ്ങളുടെ അല്ലല്ലോ, ഇതിപ്പോ എന്റേതല്ലേ? ഇവൻ ഇവൻ അതേപോലെ ഈ കൊടിയും എന്റേത് തന്നെയാണ്. നീ എന്താണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാശം, ഈ ട്രയൽ അവസാനിക്കാൻ പോകുന്നതുകൊണ്ട് നിനക്ക് എന്റെ വല്ല തലക്ക് വല്ല അടി കിട്ടിയോ? നാശം, മോക് ജോൻവൻ അവനെ വിശ്വസിക്കരുത്. അവൻ ഉറപ്പായിട്ട് നിന്നെ പിന്നിൽ നിന്ന് കുത്തും. നീ ഞങ്ങളുടെ വാ. ഞങ്ങളുടെ കയ്യിൽ മോഹറാൻ കൊണ്ടുവന്ന മറ്റൊരു ഫ്ലാഗ് ഉണ്ട്. സോ നീ ഞങ്ങളോട് വന്നു കഴിഞ്ഞാൽ നീ സേഫ് ആയിരിക്കും. പറയുന്ന കേക്ക്. മിണ്ടാതിരിക്കട നായെ. ഞങ്ങളാണ് അവനെ ഇപ്പൊ സഹായിച്ചത്. അവൻ ഞങ്ങളുടെ വരത്തുള്ളൂ. പിന്നെ നിന്നെപ്പോലെ മോൺസ്റ്ററിന്റെ കൂടെ അവൻ ഒരിക്കലും വരത്തില്ല. മോക് ജിയോൺ എന്നല്ല നിന്റെ പേര് പറഞ്ഞത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. നീ ഇപ്പൊ എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. ഞാനിത് സ്കാലെടുത്ത് വാലിൽ പിടിച്ച് സത്യം വിടുവാണ്. നീ ഞാൻ ഉറപ്പായിട്ടും ഒരിക്കലും ഞാൻ നിന്നെ ബിട്രേ ചെയ്തില്ല. മോക് ജിയോൺ, അതൊട്ടും തന്നെ നല്ലതല്ല. ഞാൻ പറയുന്നത് കേക്ക്. നമ്മൾ എവിടെ നിന്ന് തന്നെ വന്നതെന്ന് അറിയാലോ. പെട്ടെന്ന് അവനൊരു ക്ലാപ്പ് അങ്ങോട്ട് ചെയ്തു. എല്ലാരും പിൻ ഡ്രോപ്പ് സൈലന്റ് ആയി. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാവർക്കും എന്നെ മതി. നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം കാണുന്നിടത്ത് ഞാൻ എങ്ങനെയാണ് രണ്ടുപേരും ചതിക്കാൻ നോക്കുന്നത്? എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. സോ ഒരാളുടെ കൂട്ടത്തിൽ കൂടിയ മറ്റൊരാൾക്ക് സങ്കടം വരും. അതുകൊണ്ട് അതൊട്ടും ഫെയർ വല്ലായിരിക്കും. അപ്പൊ പിന്നെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്താലോ? എന്നിട്ട് അവരെല്ലാവരും തന്നെ അവൻ അഴിച്ചു വിട്ടു. നിങ്ങൾ പരസ്പരം തമ്മി തല്ലിക്കോ മരിക്കുന്നത് വരെ. എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് റിമൈനിങ് ഉള്ള 7 പേരുണ്ടല്ലോ, അവരെ ഞാൻ എൻ്റെ ടീംമേറ്റ്സ് ആക്കി കണക്കാക്കിക്കോളാം. എല്ലാരെയും അത് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. പക്ഷെ അടുത്ത നിമിഷം കണ്ടത് ഒരു കിടിലൻ പഞ്ചാണ്. അവിടെയാട്ടെ പൂര ഫൈറ്റ് ആയിരുന്നു. ആരും തന്നെ പരസ്പരം നോക്കുന്നില്ല. എല്ലാരും തമ്മി തല്ലാനായിട്ട് തുടങ്ങി. അതെല്ലാരും അവർക്ക് വേണ്ടിയായിരുന്നു. കൊള്ളാം കൊള്ളാം, നീ എന്തായാലും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സമയത്ത് ജോങ് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇനിയും ചെയ്യൂ. മോശം മോശം, ഇവൻ എത്ര ധൈര്യം കൊണ്ടിട്ടാണ് നീ എന്നെ ഇങ്ങനെ നാണം കെടുത്തിയത്? മോക് ജോൻ വോൺ, ഞാൻ ഉറപ്പായിട്ട് കൊന്നിരിക്കും. പക്ഷേ അവൻ അതൊന്നും മാറ്റാതെ അവിടെ നിന്നുകൊണ്ട് അതെല്ലാം കാണുകയായിരുന്നു. അങ്ങനെ രാവിലെ ഗാർഡ്സ് വന്നപ്പോ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ച് കളഞ്ഞു. ചാക് ചാക് ചാകെന്ന് പറഞ്ഞ് ഒരുത്തനെ തല്ലി കൊല്ലുകയായിരുന്നു. മസാക്, ഒന്ന് സ്റ്റോപ്പ് ചെയ്, അവൻ മരിച്ചു, ഒന്ന് സ്റ്റോപ്പ് ചെയ്. പക്ഷെ എനിക്ക് എടാ പറയുന്ന കേക്കടാ. ഈ സമയത്ത് അവരെല്ലാരും ക്ഷീണിച്ച് നിൽക്കുകയാണ്. അതിലുപരി ഗാർഡ്സിനെ മനസ്സിലാവുന്നില്ല അവിടെ എന്താണ് സംഭവിച്ചെന്ന്. ആൻഡ് ഏറ്റവും കൂടുതൽ അവരെ ഞെട്ടിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അല്ല ഇത് അവരവിടേക്ക് അയച്ച ആ ഒരു കിമിമൊറിയോ കംപ്ലീറ്റ്ലി മരണപ്പെട്ടിരിക്കുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഹണ്ടർ ഓഫ് ദി വീക്ക് ഒരു അഡൾട്ടായി മാറിയിരുന്നു. ഫോർബിഡൻ പാത്ത് അത് ചെക്ക് ചെയ്തോ? എന്ത്, ഇതിനെ കൊന്നവൻ ഫോർബിഡൻ പാത്ത് അഴിച്ചോന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോന്ന്? അല്ല, അതിനുശേഷം ആരിത് ചെക്ക് ചെയ്യുകയും ചെയ്യും. സാർ, അതവിടെ തന്നെയുണ്ട്. എങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. അല്ല, ഇനി ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എല്ലാവരും ഗ്യാദർ ചെയ്യേണ്ടതല്ലേ? യെസ് സാർ. ആ ടൈമിൽ അവർ പോവുകയും ചെയ്യും. ഇതേ സമയത്ത് അവിടെ നമ്മുടെ ജിയം ഇരിപ്പുണ്ടായിരുന്നു. ഭാഗ്യം അവർ നമ്മളെ പിടിച്ചില്ല. ശരിയാണ്, എൻ്റെ മിഡിൽ ഡെൻറ്റൻ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയില്ലായിരുന്നു. അക്യുപഞ്ചർ നീഡ്സ് സത്യം പറഞ്ഞാൽ ആ ഒരു ക്യൂഐ, അത് മിഡിൽ ഡെൻറ്റല്ല ക്യൂഐ മാത്രമാണ് ബ്ലോക്ക് ചെയ്യുന്നത്. എങ്കിലും ഇത് ശരിക്കും സ്ട്രേഞ്ച് ആണ്. ബാക്കിയുള്ളവർ ഇതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ. എങ്കിലും മോർട്ടൽ, ഒരു കാര്യം പറയാം. നീ നിന്റെ ഗാർഡ് ലെറ്റ് ഡൗൺ ചെയ്യാനായിട്ട് പാടില്ല. കാര്യം ആ മാസ്ക് ധരിച്ചവൻ അവൻ ശരിക്കും സ്കിൽഫുൾ ഉള്ള ഒരു മാർഷ്യൽ ആർട്ടിസ്റ്റാണ്. ചുരുക്കം പറഞ്ഞാൽ ദ കിങ് ഓഫ് ബ്രില്യൻസിന്റെ തുല്യനെന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നെ ഈ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ഒരു കേഴ്സ് പോലെ തന്നെയാണ്. ഇനി എല്ലാവരും നിന്നെ ശ്രദ്ധിക്കും. ഇനി നീ പ്രശ്നത്തിൽ പോയി ചാടുകയും ചെയ്യും. സോ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഞാനൊന്ന് ചിന്തിച്ചേക്കാം. ആൻഡ് അതിനുശേഷം അവിടെ സർവേ ചെയ്ത എല്ലാവരെയും അവരൊരു സ്ഥലത്തേക്ക് വിളിച്ചുകൂട്ടി. 259 പേര് മാത്രമാണ് അവിടെ സർവേ ചെയ്തത്. അതിൻ്റെ അകത്ത് 59 പേർക്ക് ആ ഒരു ഫ്ലാഗ്സ് ഒന്നും ലഭിച്ചില്ല. 200 പേര് പാസ്സായി. എങ്കിൽ കൂടിയും അതിനകത്ത് ആ മാർഷൽ ടെക്നിക്ക് മനസ്സിലാക്കാത്തവരായിട്ട് രണ്ടായിട്ട് തരം തിരിക്കുകയും ചെയ്തു. അവസാനം അതിൽ നിന്ന് 80 പേര് മാത്രമാണ് ആ ട്രയൽ കംപ്ലീറ്റ്ലി പാസ്സായത്. ബാക്കിയുള്ളവരെല്ലാവരും ഫെയിലിയേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ലോ റാങ്കിങ് മെമ്പേഴ്സ് ആയിട്ട് അവരെ അപ്പോയിന്റ് ചെയ്തു. പലർക്കും അതൊരു ആശ്വാസമായിരുന്നു. കാര്യം അവർ മരിച്ചില്ല, അവർ സർവേ ചെയ്തല്ലോ. പക്ഷേ ഈ ലോവർ റാങ്കിങ് മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് അതത്ര നല്ല കാര്യമല്ല.
എല്ലാവരും വിഡ്ഢികളാണ്. ആ ട്രയൽസിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം നടക്കാൻ പോകുന്നത്. അത് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. മോക്ക് ജോൺ വൂൺ, ഞാൻ നിന്നെ തെളിച്ചു കാണിച്ചു തരും. ഞാൻ നിന്നെക്കാട്ടും സുപ്പീരിയർ ആണെന്ന്. അപ്പൊ പിന്നെ ഇനി തുടങ്ങാം. ഈ ട്രയലിന്റെ ടോപ്പ് പാർട്ടിസിപ്പന്റ് ആരാണെന്ന് നോക്കിയാലോ? യെസ്, സമയമായി. പക്ഷേ എങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്യും? ആ ഫ്ലാഗ്സിലുണ്ടായിരുന്ന മാർഷൽ ആർട്ട് ടെക്നിക്ക് അതെല്ലാം മെമ്മറൈസ് ചെയ്ത ആളെയാണോ? അതോ ഇതെല്ലാം നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത ഒരാളെയാണോ? അതുമല്ലെങ്കിൽ ഇനി പെട്ടെന്നാണോ കൈ ഉയർത്തിയത്? അല്ല, എന്തേ? താങ്കൾക്ക് ആ മാർഷൽ ടെക്നിക്കിനെ പറ്റി എന്നോട് എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. ഞാൻ കൃത്യമായി തന്നെ ഉത്തരം പറയും. അത് എല്ലാരെയും ഞെട്ടിച്ച് എല്ലാരും അവനെ ശ്രദ്ധിക്കുകയും ചെയ്തു. ഹും, അതെയോ? അപ്പൊ നിനക്ക് അതിനെപ്പറ്റി എന്താണ് മനസ്സിലായത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. അവൻ ചിരിച്ചിട്ട് പറയും ചെയ്യും. അതൊരു സോ ടെക്നിക്കാണ്. സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് സ്പീഡിനെയും ലൈറ്റ്നസിനെയാണ്. സത്യം പറഞ്ഞാൽ അത് വേരിയസ് അല്ല സിറ്റുവേഷനിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. പിന്നെ ഒരു ബോഡിയിലെ 3 വൈറ്റൽ പോയിന്റ്സിനാണ് മെയിൻലി അത് ടാർഗറ്റ് ചെയ്യുന്നത്. അല്ലേ? അത് ശരിക്കും കൊള്ളാലോ. കിട്ടിയ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നീ ഇപ്പം മനസ്സിലാക്കിയത് അതൊട്ടും നിസ്സാര കാര്യമല്ല. ഡെഫിനറ്റ്ലി അത് ഇംപ്രസീവ് ആണ്. ആൻഡ് ആ ഫ്ലാക്സിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ മാത്രം വെച്ചുകൊണ്ട് നീ ഇത് പറഞ്ഞത്, യെസ്, ഞാനത് ചെയ്തു. എങ്ങനെയുണ്ടടാ? എങ്ങനെയുണ്ട് മോക്ക് ജിയോൺ? നിനക്ക് മനസ്സിലായോ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? മാർഷൽ ആർട്ടിസ്റ്റിൽ നീ എൻ്റെ അടുത്ത് പോലും വരത്തില്ല. കാര്യം ഞാൻ നിന്റെ മുമ്പിൽ ഒരു വലിയൊരു വാളാണ്. ഒരു വാൾ ഓഫ് ടാലന്റ്. നിന്റെ ഭാവി ഞാൻ ഇന്നിവിടെ ചവിട്ടി താത്താൻ പോകുകയാണ്. ഞാനായിരിക്കും ഈ ട്രയലിന്റെ ടോപ്പ് ട്രെയിനി. അപ്പോ ടോപ്പ് ആയ ട്രെയിനി ആരാന്ന് ഏകദേശം പെട്ടെന്ന് അവൻ കൈയുയർത്തി. അതൊരു സോട്ട് ടെക്നിക്കല്ല, പകരം ഒരു സോട്ട് ഫോർമേഷൻ ആണ്. ആ പറഞ്ഞത് നമ്മുടെ ജിയോങ് ആയിരുന്നു. അത് പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. ഇവൻ ആ സ്കാർലറ്റിന്റെ പയ്യനും അത്ഭുതപ്പെട്ടു പോയി. ഏ, അങ്ങനെ വരാൻ നീ എന്താണ് അങ്ങനെ പറഞ്ഞത്? വളരെ ബേസിക് ഉള്ള മൂവ്സ് കൊണ്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് മാത്രമല്ല, അതിൻ്റെ അകത്ത് റെപ്പിറ്റേഷനോ ഓവർലാപ്പിങ്ങോ ഒന്നും തന്നെ ഇല്ല. ഏ, അങ്ങനെ വരാൻ വഴിയില്ല. ഒരു സോർട്ട് ഫോർമേഷൻ അല്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇവനെങ്ങനെ അത് ഫിഗർ ഔട്ട് ചെയ്യണത്? അത് ഫിഗർ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വാലി മാസ്റ്ററിന്റെ അത്രയും സ്കിൽഫുൾ കാണണം. കാര്യം ഒരു സോർട്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ഫോർമേഷൻ ടെക്നിക്കാണ്. അത് ഡസൻസ് ഓഫ് സോർട്സ്മാൻസ് ഒരുമിച്ച് നിന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പ്യൂർലി ടെക്സ്റ്റ് യൂസ് ചെയ്ത് മാത്രം അത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ആ ഒരു ഫ്ലാഗിലുണ്ടെന്ന ഡിസ്കഷൻ വെച്ചുകൊണ്ട് മാത്രം അത് അവന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ല, ഇവന് ശരിക്കും അത്രത്തോളം സ്കില്ലുണ്ടോ? അതോ ഇനി ഇവൻ ശരിക്കും അത്രത്തോളം വലിയ ഒരു ഒരു ജീനിയസ് ആയിരുന്നോ? ഞാൻ ഇവനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണോ? എങ്കിൽ പറ, എത്ര സോഴ്സ്പാൻ വേണം? അത് മാക്സിമം എഫിഷ്യൻസിയിൽ നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. 8 പേർ. അത് കേട്ടപ്പോൾ തന്നെ അവൻ ഞെട്ടിത്തെറിച്ചു പോയി. 16 ആണെങ്കിലും കുഴപ്പമില്ല. മേ ബി 32 ആണെങ്കിലും പോസിബിൾ ആണ്. അതിൽ കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പൊസിഷൻ ഓവർലാപ്പ് ചെയ്യും. ഹ്, ഹ്. എന്നിട്ട് അവൻ അവിടെ കിടന്ന് പൊട്ടിച്ചിരിച്ചു. പൊട്ടിച്ചിരിച്ചത് എല്ലാവരെയും ഞെട്ടിച്ച് കളയുകയും ചെയ്തു. അപ്പൊ പിന്നെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഈ ട്രയലിന്റെ ടോപ്പ് ട്രെയിനി പൊസിഷൻ അത് ഡിസേർവ് ചെയ്യുന്നത് നീ തന്നെയാണ്. അതും കൂടെ കേട്ടപ്പോൾ ആ സ്കാർലെല്ലാവന് ശരിക്കും ദേഷ്യം വന്നുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.